സെന്റ് മേരീസ് കോളേജിൽ ദേശീയ ദുരന്ത നിവാരണ ബോധവൽക്കരണ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. തുരുത്തപ്പള്ളി സെന്റ് മേരീസ് കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ ഏകദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. കോളേജിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയായ NDRFന്റെ സഹകരണത്തോടെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. NDRF ടീം കമാൻഡർ ഇൻസ്പെക്ടർ അരുൺകുമാർ ചൗഹാൻ വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകി. As per our NDRF guidelines, our work is divided in two parts: before and during the operation, and before and operation, and during and after the operation. So before operation, it is our direction that we have to commence the SSP and community awareness program for the capacity building of the other all the agencies. Like this school, we are going to conduct the SSP school safety program. Our vice principals are invited us, and this is very good for us. Our team is giving training to the school students, and our location is Kakinad, and our team is located in Kakinad for any further emergency also for any disaster. Thank you. Vice Principal Father Ebin K. Elias അധ്യക്ഷത വഹിച്ചു. എല്ലാവർക്കും നമസ്കാരം. തുരുത്തപ്പള്ളി സെൻറ്റ് മേരീസ് കോളേജിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് NDRFൻ്റെ നേതൃത്വത്തിൽ ഒരു പരിശീലന ക്യാമ്പ് ഇന്ന് 23 ജൂലൈ മാസത്തിൽ നടത്തപ്പെട്ടു. വിംഗ് കമാൻഡർ അരുൺകുമാർ ചൗഹാൻ്റെ നേതൃത്വത്തിലാണ് 7-അംഗ സംഘം കോളേജിൽ കടന്നു വന്ന് ഈ പ്രോഗ്രാമിന് നേതൃത്വം കൊടുത്തു. നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾ സജീവമായിട്ട് അതിൽ പങ്കെടുത്തു. പ്രത്യേകിച്ച് ദുരന്തമുഖത്ത് വിദ്യാർത്ഥികൾ എത്തരത്തിലാണ് പെരുമാറേണ്ടത്, എത്തരത്തിലാണ് ക്രമീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇന്ന് നടത്തിയത്. അത് ഏറ്റവും ഫലപ്രദമായിട്ട് നടത്തപ്പെട്ടു. സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, അപകടകരമായ സാഹചര്യങ്ങളിലെ സുരക്ഷാ നടപടികൾ, ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് വിദഗ്ധർ പരിശീലന ക്ലാസുകൾ നടത്തി. കഴുത്തിന്റെ അടുത്തുള്ള കരോട്ടിക് പൾസ് എത്ര സെക്കൻഡ് ഹോൾഡ് ചെയ്യണം? 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ആ സൈഡ്, നമ്മുടെ സൈഡിലുള്ള പൾസ് ഓപ്സെറ്റ് സ്റ്റാർട്ട്. CPR ഹാർട്ട് ലൊക്കേറ്റ് ചെയ്യണം. എങ്ങനെ ഇവിടെ വന്നതാ നമ്മുടെ സ്റ്റെർലം തീരുന്നത് ഈ നിപ്പിൾ ടു നിപ്പിളിന്റെ സെന്റർ ഭാഗത്തല്ലേ കൊടുക്കാം. മാസ്റ്റർ ആൻഡ് ഈ ഒരു ഭാഗം മാത്രമേ വരാം കേട്ടോ. ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. അവിടെ 2 പേരോട് വെച്ചിട്ട് അത് മറ്റേ മാസ്റ്റർ ആൻഡ് അപ്ലൈ ഈ കൈ ഇപ്പുറത്ത് അതിന് അതിന്റെ വേണ്ടി മറ്റേ ലോക്കാണ്. ഇത് ബെൻഡ് ആവില്ല. നമ്മൾ ആ സമയത്ത് ഇത് ബെൻഡ് ആവില്ല. സ്ട്രേറ്റ് ആയിട്ട് ഇത് സ്ട്രേറ്റ് ആയിട്ട് അങ്ങോട്ട് നീ ഇവിടെ കൊണ്ട് പുഷ് കൊടുക്കണം. പുഷ് ചെയ്യും. 3 7 6 നമ്മൾ മനസ്സിൽ കൗണ്ട് ചെയ്യണം കേട്ടോ. നമ്മള് ബ്രീത്ത് കൊടുക്കുന്ന നേരത്ത് നമ്മുടെ മൂക്ക് അടച്ചു പിടിക്കാം കേട്ടോ. മൂക്ക് ഓപ്പൺ ചെയ്തായിരിക്കും കൊടുക്കുന്നത്. മൂക്ക് അടച്ചു പിടിച്ചിട്ട് എന്തെങ്കിലും നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. മൗത്തിട്ട് മൗത്ത് കൊടുക്കുമ്പോൾ അയാൾ പോയിസൺ കഴിച്ച ആളായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഡിസീസ് ഉള്ള ആളായിരിക്കും, നമുക്കത് പകരും. അതുകൊണ്ട് എന്തെങ്കിലും ബാരിയർ വെച്ചിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. 2 റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കണം. വീണ്ടും നമ്മുടെ ഹാർട്ട് പഴയ ലൊക്കേറ്റ് എടുത്തതിന്റെ കൈ പോകണം. സമയം കാണല്ലേ, ഗോൾഡൻ ടൈം ഉണ്ട് ഒരു 6 മിനിറ്റ്. ക്ലിനിക്കൽ ഡെത്തിന് ബയോളജിക്കൽ ഡെത്തിലോട്ട് ഒരു 6 മിനിറ്റ് ഉണ്ട്. ബയോളജിക്കൽ ഡെത്തിൽ വന്നു കഴിഞ്ഞാൽ ജീവിപ്പിക്കാൻ പറ്റത്തില്ല. 6 മിനിറ്റ് നമ്മൾ ഇത്ര പ്രൊസീജിയർ ചെയ്യേണ്ടത്. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ രാഹുൽ കെ ദാസ്, മാളു സുരേന്ദ്രൻ, ആൻസി TV എന്നിവർ ആശംസകൾ നേർന്നു. സെൻറ്റ് മേരീസ് കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ, അതിൽ കൊമേഴ്സ് അസോസിയേഷനും മാനേജ്മെൻറ്റ് അസോസിയേഷനും സംയുക്തമായിട്ട് അറേഞ്ച് ചെയ്ത ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ക്ലാസ്സാണ്. അത് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കുവാനും ലൈഫ് സ്റ്റൈൽ, അതായത് ജീവിതത്തിൽ വരുന്ന എമർജൻസി സിറ്റുവേഷനിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്ര നല്ല ഡെമോൺസ്ട്രേറ്റഡ് ആയിട്ടാണ് NDRFൻ്റെ സംഘം അത് അറേഞ്ച് ചെയ്ത് തന്നത്. നല്ല ഫലപ്രദമായ ക്ലാസ്സുകളായിരുന്നു. കുട്ടികൾക്ക് ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളുമായിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. വിദ്യാർത്ഥി ഫിൽദ ബഷീർ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വെങ്ങോല.